പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. നാം സംസാരിക്കുന്ന വാക്കും പ്രവർത്തിക്കുന്ന രീതിയുമാണ് സമൂഹം നമ്മുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്ന അളവുകോൽ. വസ്ത്രധാരണം, സമ്പത്ത് അല്ലെങ്കിൽ പദവി എന്നിവയേക്കാൾ ഉപരിയായി ഒരാളുടെ സംസ്കാരവും വ്യക്തിത്വവും വെളിപ്പെടുത്തുന്നത് അയാളുടെ ഭാഷയിലും പെരുമാറ്റത്തിലുമാണ്. നാം ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിന്റെ പ്രതിഫലനമാണ്. സംസാരിക്കുന്ന വ്യക്തിയുടെ വയസ്സോ പദവിയോ നോക്കാതെ സഭ്യമായി സംസാരിക്കുന്നത് ഉയർന്ന ചിന്താഗതിയുടെ ലക്ഷണമാണ്. ദേഷ്യത്തിലോ സംഘർഷാവസ്ഥയിലോ പോലും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് ഒരാളുടെ മാനസിക വളർച്ചയെയും ആത്മനിയന്ത്രണത്തെയുമാണ് കാണിക്കുന്നത്. ലളിതവും മാന്യവുമായ പദപ്രയോഗങ്ങൾ ഏത് സംഭാഷണത്തെയും കൂടുതൽ ആസ്വാദ്യകരവും അർത്ഥവത്തുമാക്കുന്നു. വാക്കുകൾ പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ പ്രവർത്തികളും. മറ്റുള്ളവരോടുള്ള അനുകമ്പ, സഹാനുഭൂതി, എളിമ എന്നിവയാണ് നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. മറ്റൊരാൾ പറയുന്നത് ക്ഷമയോടെ കേട്ടിരിക്കുക എന്നത് മികച്ച ഒരു പെരുമാറ്റ രീതിയാണ്. വിജയങ്ങളിലും ഉയർന്ന പദവികളിലും എത്തുമ്പോൾ വിനയം കൈവിടാതിരിക്കുന്നത് വ്യക്തിത്വത്തിന്റെ മാറ്റു കൂട്ടുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തൊടുത്തുവിടുന്ന അറപ്പുളവാക്കുന്ന ഭാഷകൾ അയാളുടെ വികലമായ വ്യക്തിത്വത്തിന്റെ സൂചന തന്നെയാണ്. വർത്തമാനകാല ജീവിതത്തിൽ വ്യക്തികളെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഏറിവരികയാണ്. മാന്യമായ ഭാഷയും പെരുമാറ്റ രീതിയും കാണിക്കുന്നത് അയാളുടെ വ്യക്തിത്വത്തെ മാത്രമല്ല, അയാളുടെ തലമുറകളുടെയും വ്യക്തിത്വത്തെ കൂടിയാണ്. കുടുംബത്തിലും തൊഴിൽ മേഖലയിലും സഭ്യമായ ഭാഷയും നല്ല പെരുമാറ്റവും മികച്ച ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. വാക്കുകളിലെയും പെരുമാറ്റത്തിലെയും മാന്യത അനാവശ്യ തർക്കങ്ങളും വിദ്വേഷങ്ങളും ഒഴിവാക്കി സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒരു വ്യക്തിയുടെ വിജയം അളക്കേണ്ടത് അയാളുടെ ബാഹ്യമായ പ്രകടനങ്ങൾ വച്ചല്ല, മറിച്ച് അയാൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാണ്. സഭ്യമായ ഭാഷയും നല്ല പെരുമാറ്റവും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുന്നതിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ മികച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ നമുക്ക് സാധിക്കുന്നത്. അതെ, നല്ല പെരുമാറ്റം കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നും വാക്കുകൾ മനോഹരമാകുമ്പോൾ സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്നത് പോലെയാണെന്നും ഇത്തരത്തിൽ ഒരു നല്ല വ്യക്തിത്വത്തെ എന്നും അടയാളപ്പെടുത്തണം എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയ സൗഹൃദങ്ങളെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.